ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ഭാഗം 98 പ്രവൃത്തികൾ 14-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഭാഗത്ത് വചനത്തിൽ വിശ്വസ്തരായും കർത്താവിൽ ശക്തരായും തീരുക എന്ന് നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 99 പ്രവൃത്തികൾ 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അധ്യായം 15 നാം നോക്കുമ്പോൾ യെരുശലേം കൗൺസിൽ AD 49-50 ഇടയിൽ കൂടിയെന്ന് കാണാം. ഈ അധ്യായത്തെ താഴെ പറയുന്ന വിധം വിഭജിക്കാം. ഒന്നാമതായിട്ട് പൗലോസും ബർന്നബാസും യെരുശലേമിലേക്ക് പോകുന്നതായിട്ട് 1-5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. രണ്ടാമതായിട്ട് അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും സമ്മേളനം നമ്മൾ 6-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെയുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് പുറജാതി വിശ്വാസികൾക്കുള്ള കത്ത് 22-29 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് ദർശിക്കാം. നാലാമതായിട്ട് അന്ത്യോക്യയിൽ കത്ത് എത്തുന്നതിനെപ്പറ്റി 30-35 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പൗലോസും ബർന്നബാസും പറ്റി 36-40 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിനകം പുറജാതി രാജ്യങ്ങളിൽ നിരവധി വിജാതീയരുടെ ഇടയിൽ പ്രാദേശിക സഭകൾ സ്ഥാപിതമായി. അവരുടെ ഇടയിൽ യഹൂദവാദികൾ ന്യായപ്രമാണപ്രകാരം പരിച്ഛേദന ഏൽക്കണമെന്നും ന്യായപ്രമാണം അനുസരിക്കണമെന്നും നിർബന്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ പൗലോസ് പഠിപ്പിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം രക്ഷിക്കപ്പെടുന്നു എന്നാണ്. അല്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനൊപ്പം ന്യായപ്രമാണവും അനുസരിക്കണമെന്നല്ല. കാരണം രക്ഷ എന്നത് ദൈവത്തിൻ്റെ കൃപാദാനമാണ് എന്ന് പൗലോസ് പഠിപ്പിച്ചു. എഫെസ്യ ലേഖനം 2:8-9 വാക്യങ്ങളിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഒന്നാമതായിട്ട് പൗലോസും ബർന്നബാസും യെരുശലേമിലേക്ക് പോകുന്നത് നാം 15-ാം അധ്യായം 1-5 വരെയുള്ള ഭാഗത്ത് ദർശിക്കുന്നുണ്ട്. വാക്യം 1 പറയുന്നു, യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. യഹൂദയിൽ നിന്നും ചില യഹൂദന്മാർ അന്ത്യോക്യയിലെത്തി അവിടെയുള്ള വിശ്വാസികളോട് രക്ഷിക്കപ്പെടണമെങ്കിൽ മോശ കൽപ്പിച്ച പ്രകാരം പരിച്ഛേദന ഏൽക്കണമെന്ന് പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയാം, അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്രകാരം പുറപ്പാട് പുസ്തകം 12-48-49 വാക്യം നാം വായിക്കുന്നത്, ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിൻ്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം. അവൻ സ്വദേശിയെപ്പോലെ ആകും. പരിച്ഛേദനയില്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം. ഇസ്രായേൽ മക്കൾ ഒക്കെയും അങ്ങനെ ചെയ്തു എന്നീ ഭാഗത്തെ പരാമർശിച്ചായിരിക്കാം അവർ പരിച്ഛേദന ചെയ്യണമെന്ന് യഹൂദന്മാർ നിഷ്കർഷിച്ചത്, നിർബന്ധിച്ചത്. നാം ഒത്തുനോക്കിയാൽ ഗലാത്യ ലേഖനം 2:12 പറയുന്നു, യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു എന്ന്. അതുപോലെ ഈ വ്യക്തികളെ യെരുശലേം സഭ അയച്ചതല്ലെന്ന് പ്രവൃത്തികൾ 15:24 പറയുന്നു. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് എന്ന് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. 15-ാം അധ്യായം 2-ാം വാക്യം, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. യെരുശലേമിൽ നിന്നും വന്ന യഹൂദന്മാരുമായി പൗലോസിനും ബർന്നബാസിനും വലിയ തർക്കമുണ്ടായി. ഈ തർക്ക സംഗതിയെപ്പറ്റി സംസാരിപ്പാൻ യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകാമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിലെ ചില സഹോദരന്മാരും കൂടെ യെരുശലേമിൽ പോകാനായിട്ട് തയ്യാറായി. അവരിൽ തീത്തോസും ഉണ്ടായിരുന്നു.
ഗലാത്യലേഖനം 2:1 പറയുന്നു, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി എന്ന്. തീത്തോസ് എന്ന പൗലൂസിൻ്റെ സഹയാത്രികനാണ്. തീത്തോസ് പരിച്ഛേദന ഏൽക്കാത്ത പുറജാതി വിശ്വാസിയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തീത്തോസിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ 2 കൊരിന്ത്യർ, ഗലാത്യർ, 2 തിമോഥെയോസ്, തീത്തോസ് എന്നീ ലേഖനങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ പറയുന്നുണ്ട്. പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കപ്പെട്ടവനാകാം തീത്തോസ്. തീത്തോസ് 1:4 പറയുന്നു, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശ്വസ്തനായിരുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തീത്തോസ് ദീർഘകാലം പൗലോസിനോടുകൂടെ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. പൗലോസിൻ്റെ മിഷണറി യാത്രകളിൽ സഹയാത്രികനും സഭയ്ക്ക് വേണ്ടിയുള്ള ധർമ്മശേഖര ശുശ്രൂഷയിൽ തൽപരനുമായിരുന്നു. പ്രശ്നസങ്കീർണമായ കൊരിന്ത്യ സഭയിലെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും ക്രോത്തയിലെ സഭയെ ക്രമപ്പെടുത്തുവാനും തീത്തോസിനെ പൗലോസ് നിയോഗിച്ചു. അങ്ങനെ അയക്കുമ്പോൾ അത് തീത്തോസ് എന്ന വ്യക്തിയുടെ ജ്ഞാനത്തെയും കാര്യപ്രാപ്തിയെയും സംഘടനാ പാടവത്തെയും തെളിയിക്കുന്ന ഒന്നാണ്. ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ഏറ്റവും നന്നായി തിളങ്ങിയ വ്യക്തിയും ദീർഘകാലം സഭ നിർമ്മാണ ദൗത്യത്തിൽ വിശിഷ്ട സേവനം നയിച്ച ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ അവിവാഹിതനായി കഴിയുകയും വളരെ വാർദ്ധക്യം പ്രാപിച്ച് സമാധാന മരണം വരിച്ചു എന്നും രേഖകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അധ്യായം 15:3 പറയുന്നു, സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫെനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അപ്പോസ്തലന്മാർ യെരുശലേമിലേക്ക് പോകും വഴി അവർ ഫെനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് അവരുടെ മിഷണറി യാത്രയിൽ ജാതികൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നുള്ള വിവരം അവിടെയുള്ള സഹോദരന്മാരെ അറിയിച്ചു. അത് അവിടെയുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുത്തു. അവർ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകുകയും ചെയ്തു. ഫെനീക്കയിലെ ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ച കാര്യവും പ്രവൃത്തികൾ 11:19 നാം വായിക്കുന്നു, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ല മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനീക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു എന്ന് കാണാം. നാം ശമരിയിൽ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ച കാര്യവും പ്രവൃത്തികൾ 8:5 നാം വായിക്കുന്നു, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന് നാം അതൊരു പഠന വിഷയമാക്കിയതാണ് നേരത്തെ. നമ്മൾ 15:4 വാക്യത്തിൽ വായിക്കുന്നു, അവർ യെരുശലേമിലെത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു, ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തൊക്കെയും അവർ അറിയിച്ചു എന്ന്. ഏതാണ്ട് AD 50 പൗലോസും ബർന്നബാസും മറ്റു ചിലരും യെരുശലേമിലെത്തി. പൗലോസ് തൻ്റെ പരിവർത്തനത്തിന് ശേഷം 14 വർഷം കഴിഞ്ഞാണ് വീണ്ടും യെരുശലേമിലേക്ക് വരുന്നത്. ഗലാത്യലേഖനം 2:1-9 വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കും. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിനും ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്കേതുമില്ല. ദൈവവും മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടുമില്ല. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായിട്ട് പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടിയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക് ചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കത്തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. പ്രവൃത്തികൾ 15:2 പറയുന്നു, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും
ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു വന്നു. അതെ, അവർ യെരുശലേമിൽ എത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സസന്തോഷം അവരെ കൈക്കൊള്ളുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ആയിരുന്നു. അവർ പോയിടത്തെല്ലാം പ്രവർത്തിച്ചതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറഞ്ഞു എന്ന് നാം ഈ വാക്കുകളുടെ മനസ്സിലാക്കും. ദൈവവേല എപ്പോഴും ദൈവീക ചൈതന്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ മാത്രം പ്രാപിക്കുന്ന ഒരനുഭവമാണ്. സ്വയമായിട്ട് ഉള്ള കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവീയ വേലയിൽ വ്യാപൃതരായിത്തീരുന്നു. അവരെവിടെ ചെന്നാലും അവിടെയൊക്കെയും ദൈവകൃപ വെളിപ്പെടും. അനേക വ്യക്തികളുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇവിടെയാകും. സുവിശേഷം അറിയിക്കുക എന്നുള്ള കടമ അത് നിർവഹിക്കുക സത്യസന്ധതയോടും വിശ്വസ്തയോടും സ്വന്തം ലാഭത്തിനോ സ്വന്തം മഹത്വത്തിനോ അല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുക. സർവ്വതും ദൈവത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും മാത്രം സാധ്യമായി തീരുന്ന കാര്യമാണെന്ന് ഓരോ സുവിശേഷകനും അറിഞ്ഞിരിക്കണം. ഈ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെയും ജീവിതചര്യ എങ്ങനെയായിരുന്നു എന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല അവർ നോക്കിയത്. അവർ ദൈവസന്നിധിയിലേക്ക് അനേകായിരങ്ങളെ അടുപ്പിക്കുന്ന എന്നുള്ള പ്രവൃത്തികൾ അവർ വ്യാപൃതരായിരുന്നു. അവർ സ്വയം മഹത്വത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിച്ചു. നാമോ അപ്രകാരമായിത്തീരണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.